ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് തയ്യാറാക്കാൻ പോവുകയാണ്. ബട്ടർ ചിക്കനാണ്. ഇതിനകത്ത് 3 സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു നാരങ്ങ നീര്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാശ്മീരി ചില്ലിയും നാരങ്ങാ നീരും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുകയാണ്. അത് 2 മണിക്കൂറായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 3 ബട്ടർ ഇന്നലെ വാങ്ങിച്ചത് 3 പീസാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു 7 ടൊമാറ്റോ വേണം. നല്ല പഴുത്ത ടൊമാറ്റോ വേണം. അതുപോലെ ഒരു 10-30 നട്ട്സ്, ഒരു 6 സവാള അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിന് വേണ്ടിയെല്ലാം വെച്ചിരിക്കുകയാണ്. പിന്നെ കാശ്മീരി ചില്ലി, അതുപോലെ ഗരം മസാലയുണ്ട്, സ്വല്പം തേൻ വേണ്ടി വരും, തേൻ അല്ലെങ്കിൽ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസും ചേർക്കണം. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ബട്ടർ ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു കടായി വെച്ചു. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഒത്തിരി ഡ്രൈ ഫ്രൈ ആക്കുകയും വേണ്ട, ഹാഫ് ഫ്രൈ മതി. ഇതൊരു 3 സ്പൂൺ കാണും. ഇതിനകത്തോട്ട് വേണം നമുക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ആക്കി ചെയ്യാൻ. ഇതൊരു 3-4 സ്പൂൺ ആയിട്ടുണ്ട്. അത് മതി. ഇനി നമുക്ക് ചിക്കൻ വറുത്തിടാം. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വറുക്കുന്നത്. വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. നമുക്കതൊന്ന് ഓരോ കഷ്ണവും എടുത്ത് മറിച്ചിടണം. ഇനി നമുക്കിത് കോരി മാറ്റാം. ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം വറുത്ത് കോരി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഒരു 3 സ്പൂണോളം ബട്ടർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു മീഡിയം സൈസ് 5 സവാളയാണ്. ഇത് നല്ല ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണമെന്നുണ്ട്. പിന്നീടാണ് ഈ വറുത്ത് കോരിയൊന്നും വേണം. ഇതിനകത്ത് കിടന്ന് സ്വല്പം കൂടെ വറുത്ത് കഴിയുമ്പോഴത്തേന് നട്ട്സ് ഇട്ട് പറഞ്ഞ നീളമുള്ള നട്ട്സ്. ഇത് 500 ഗ്രാമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേ ഇത് അവിടെ വാങ്ങിക്കും. അപ്പം നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതൊരു 10-40 നട്ട്സുണ്ട്. ഈ നട്ട്സ് തന്നെ ചെറുതും വലുതുമുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോഴെല്ലാം നട്ട്സ് മേടിക്കാതെ ഏറ്റവും വലിയ സൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതാണ്. കണ്ടില്ല. അപ്പം നമുക്കിനി ഇതൊന്ന് വഴന്ന് കഴിഞ്ഞു. ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു 2-3 മിനിറ്റ് കിടന്ന് വേകണം. പിന്നെ വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക്
തക്കാളി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ വഴന്ന് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് സ്ഥലം കിട്ടുമായിരിക്കും. നല്ല പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ എളുപ്പമാണ് വഴന്ന് കിട്ടും. അപ്പം നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ഓർക്കുക, ചിക്കന് നല്ലപോലെ ഉപ്പുണ്ടെങ്കിൽ അധികം ഉപ്പ്, പിന്നെ ഗ്രേവിക്ക് നല്ല ഉപ്പ് വേണം, അല്ലേന്ന് പറയാൻ ആവശ്യത്തിന്. ഇനിയും ചേർക്കേണ്ടത് കാശ്മീരി ചില്ലിയാണ്. ഞാനൊരു 3 സ്പൂൺ ചേർക്കും. ഈ കറിക്കൊന്നും അധികം എരിവൊന്നും കാണത്തില്ല. അതാണ് നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ പ്രത്യേകത. ആർക്കും എരിവും വേണ്ട, അധികം ഉപ്പും വേണ്ട, എണ്ണയും വേണ്ട. ഇത് പിന്നെ ബട്ടറാണ്. ഇനിയും ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഞാൻ ഇന്നലെ പൊടിച്ച് വെച്ചതാണ്. അധികം 1.5 സ്പൂണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണം ചേർക്കാം. ഇത് ധാരാളം. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം 2 ഒരു കുറച്ച്, അതായത് 2 കപ്പ് എന്ന് വേണേൽ പറയാം. 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ തിളച്ച് വേഗം. അപ്പോൾ ഇത് ഇനി നല്ലപോലെ ഒന്ന് മൂടി വെച്ചിട്ട് വേണം ഒരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ഒന്ന് വെന്തെടുക്കണം. എനിക്ക് ഇതിനകത്തിരുന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി. നമുക്ക് അരച്ചൊക്കെ ചേർക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, 10 മിനിറ്റായി. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോൾ ഈ നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. രണ്ട് പ്രാവശ്യം അരയ്ക്കാനുള്ളതുണ്ട്. ഒരു 6-7 പേർക്ക് കഴിക്കാനുള്ള കറിയുണ്ട്. അതുകൊണ്ടോ നല്ലപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചിങ്ങനെ എടുത്തത്. ഇനി നമ്മളിത് അരിച്ചിട്ട് പാനകത്തോട്ട് വെച്ച് ഇനി വീണ്ടും ചിക്കനും എല്ലാം ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ അതിനകത്ത് വേണ്ട 1-2 ചേരുവയുണ്ട്, അതുകൂടെ ചേർക്കണം. അപ്പോൾ നമ്മൾ നല്ലപോലെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ചിലരൊക്കെ ഇത് അരിച്ച് ഒഴിക്കും. ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചത്. നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഈ ഒരു ഗ്രേവി തിളപ്പിച്ചെടുക്കണം. രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് ചേർക്കും.
ഇതുപോലെ കുറച്ച് അതിൻ്റെ ഒരു പിന്നെ നല്ല പോലെ ഇച്ചിരി മധുരവും വരണം. മധുരം വരാൻ വേണ്ടിയിട്ട് നമ്മൾ തേൻ ഉപയോഗിക്കും. കുറച്ച് തേൻ, ഒരു 3 സ്പൂൺ തേൻ ഉപയോഗിച്ചു. ഇനി സ്വല്പം ബട്ടറും കൂടെ, ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് വേകട്ടെ. വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കസ്തൂരി മെത്തി. ഇത് ഞാനൊന്ന് ചൂടാക്കി, ഇത് ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ച്, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഈ ഫ്രഷ് ക്രീം കാശ്മീരി ചില്ലി, അതിൻ്റെ എല്ലാം കളറ്. ക്രീം ഒഴിക്കുമ്പം ഒരു സ്റ്റൈലിലൊക്കെ ഒഴിക്കുവാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വെളുത്തി. തീ ഓഫാക്കുക. ചിലപ്പം പഞ്ചസാര, ഇനി ഞാൻ തേൻ ഒഴിച്ചു, ചിലരും പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. നല്ല സൂപ്പറായിരിക്കും. സ്വല്പം ഉപ്പ് കുറവുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉപ്പും വേണ്ട, മധുരവും വേണ്ട. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി. ഓക്കെ, ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വേണമെന്നില്ല, അപ്പം, ഇടിയപ്പം, പൊറോട്ട, വേറെ എന്നൊക്കെയാണ്, ഇതിനെല്ലാം നല്ല സൂപ്പറാണ് ഈ ഒരു കറി.